എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാക്ഷാൽ ഡോക്ടർ ബി.ആർ. അംബേദ്കർ പോലും ദളിത് പ്രസ്ഥാനത്തിൻ്റെ മുന്നോടിയായി വിശേഷിപ്പിച്ച ഗോപാൽ ബാബ വാലക്കറിനെ കുറിച്ചാണ് നമ്മളിന്ന് അടുത്തറിയുന്നത്. വർഷം 1840-കളിൽ മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിലുള്ള മഹാദ് എന്ന സ്ഥലത്തിനടുത്ത് ഒരു മഹാർ കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഗോപാൽ കൃഷ്ണ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഒരു യുവാവായിരുന്നപ്പോൾ അദ്ദേഹം ബ്രിട്ടീഷ് സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചു. വർഷങ്ങളോളം പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ച ശേഷം 1886-ൽ അദ്ദേഹം അവിടെ നിന്നും വിരമിച്ചു. പക്ഷേ സൈന്യത്തിൽ നിന്നും വിരമിച്ചപ്പോഴാണ് സമൂഹത്തിലെ ജാതി എന്ന വിവേചനത്തിനെതിരെ തൻ്റെ പോരാട്ടം തുടങ്ങണമെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത്. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് സാമൂഹിക പരിഷ്കർത്താവായ ജ്യോതിബായ് ഫൂലെയായിരുന്നു. ഫൂലെയുടെ ആര്യൻ അധിനിവേശ സിദ്ധാന്തം വാലങ്കറെ ചിന്തിപ്പിച്ചു. അദ്ദേഹം ലോകത്തോട് ഇങ്ങനെ പറഞ്ഞു: നമ്മുടെ നാട്ടിലെ അയിത്ത ജാതിക്കാരാണ് ഇവിടുത്തെ യഥാർത്ഥ നിവാസികൾ. അവരാണ് അനാര്യർ. ബ്രാഹ്മണർ പുറത്തുനിന്നും വന്ന ആര്യന്മാരാണ്. ആ ആര്യന്മാർ ഇവിടുത്തെ തദ്ദേശീയരെ അടിച്ചമർത്തുവാൻ വേണ്ടി ഉണ്ടാക്കിയ ഒന്നാണ് ജാതി വ്യവസ്ഥ. ഇതൊരു വെറും പ്രസംഗമായിരുന്നില്ല. വാലങ്കർ മാറ്റങ്ങളെ പ്രായോഗികമായി നടപ്പിലാക്കി. അക്കാലത്ത് ചടങ്ങുകൾക്ക് സമയം കുറിച്ചു നൽകുവാൻ ബ്രാഹ്മണർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ആശ്രിതത്വം ഒഴിവാക്കുവാൻ വേണ്ടി അദ്ദേഹം സ്വന്തം വിഭാഗത്തിൽ നിന്നും തന്നെ ജനങ്ങൾക്ക് ജ്യോതിഷം പഠിപ്പിച്ചു കൊടുത്തു. മഹാർ ജ്യോതിഷികളെ അദ്ദേഹം വാർത്തെടുത്തു. അതൊരു വലിയ വിപ്ലവമായിരുന്നു. തുടർന്ന് അദ്ദേഹം അനാര്യദോഷ് പരിഹാർ മണ്ഡലി എന്നൊരു സംഘടന സ്ഥാപിച്ചു. ആര്യന്മാരല്ലാത്തവർക്കിടയിലെ തിന്മകൾ മാറ്റാനായിരുന്നു ആ സഭ. ആ സമയത്താണ് സർക്കാർ മഹാർ വിഭാഗക്കാരെ സൈന്യത്തിൽ ചേർക്കുന്നത് നിർത്തലാക്കുവാൻ തീരുമാനിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ ഒരു ഹർജി അദ്ദേഹം സംഘടന വഴി നൽകി. തൻ്റെ ജനതയുടെ അവകാശങ്ങൾക്കായി അദ്ദേഹം നിരന്തരമായി പോരാടിക്കൊണ്ടിരുന്നു. രചനകളായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരു ആയുധം. വർഷം 1888-ൽ അദ്ദേഹം വിട്ടാൽ വിധ്വംസക് എന്നൊരു മാസിക ആരംഭിച്ചു. ബ്രാഹ്മണികമായ അശുദ്ധിയെ നശിപ്പിക്കുന്നവർ എന്നതായിരുന്നു ഇതിൻ്റെ അർത്ഥം. തൊട്ടടുത്ത വർഷം, അതായത് 1889-ൽ ജാതി വ്യവസ്ഥയ്ക്കെതിരെ കടുത്ത വിമർശനങ്ങളുമായി വിറ്റാൽ വിധുംവംസൻ എന്ന ലഘുലേഖനവും അദ്ദേഹം പുറത്തിറക്കി. അതുകൊണ്ടാണ് ചരിത്രകാരന്മാർ അദ്ദേഹത്തെ ഫസ്റ്റ് ഇന്റലക്ച്വൽ റെബൽ എന്ന് വിശേഷിപ്പിക്കുന്നതും. അതുകൊണ്ടാണ് ചരിത്രകാരന്മാർ അദ്ദേഹത്തെ ദളിത് സമൂഹത്തിൽ നിന്നുമുള്ള ഫസ്റ്റ് ഇന്റലക്ച്വൽ റെബൽ എന്ന് വിശേഷിപ്പിക്കുന്നതും. പഠനവും ബോധവൽക്കരണവും അദ്ദേഹം തുടർന്നു. വർഷം 1894-ൽ അദ്ദേഹം ഹിന്ദു ധർമ്മദർപ്പൺ എന്ന പുസ്തകമെഴുതി. കൂടാതെ സുധാരക്, ദീനബന്ധു എന്നീ മറാത്തി മാസികകളിലൂടെ സാധാരണക്കാരെ അദ്ദേഹം പ്രചോദിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് വർഷം 1895-ൽ അദ്ദേഹത്തെ മഹത് ലോക്കൽ താലൂക്ക് ബോർഡിലേക്ക് നിയമിച്ചു. എന്നാൽ അക്കാലത്തെ ഉന്നത ജാതിക്കാർ അതിനെ ശക്തമായി എതിർത്തു. പക്ഷേ അദ്ദേഹം തളർന്നില്ല. ഏകദേശം 1900 വരെ ജീവിച്ച വാലങ്കർ വലിയൊരു മാറ്റത്തിനാണ് തുടക്കം കുറിച്ചതും. നേരിട്ട് ഏറ്റുമുട്ടുന്നതിനേക്കാൾ എതിരാളികളുടെ മനോഭാവം മാറ്റി കുറിക്കുവാനാണ് അദ്ദേഹം ശ്രമിച്ചതും. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ കൊച്ചു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ശേഷം നമുക്ക് മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം.